CPI കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ ധനവകുപ്പിനെതിരെ രൂക്ഷ വിമർശനം. CPI ഭരിക്കുന്ന സിവിൽ സപ്ലൈസ് വകുപ്പിനെ ഞെരുക്കാൻ ധനവകുപ്പ് കൂട്ടുനിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. മുകേഷിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായ തീരുമാനമായിരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. ഇടത് രാഷ്ട്രീയത്തിന് ചേരാത്ത നിലയിലാണ് SFIയുടെ പ്രവർത്തനമെന്നും CPI കുറ്റപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ് ചേരുന്നു. മനോജ്, CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ, കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ CPMനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണല്ലോ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ധനവകുപ്പിനെതിരെ. സിവിൽ സപ്ലൈസ് വകുപ്പിന് ഭരിക്കാൻ ആവശ്യമായ പണം നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. മറ്റൊന്ന് SFIയുടെ ധാർഷ്ട്യം, ക്യാമ്പസുകളിൽ നടക്കുന്ന ധാർഷ്ട്യം, അതേപ്പറ്റിയും ഈ വകുപ്പിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നു. പിന്നീട് ഒന്നുള്ളത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള വിമർശനം. അങ്ങനെ അടിമുടി CPMനെ വിമർശിക്കുകയാണല്ലോ CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ. മനോജ്, തീർച്ചയായും ഈ ജില്ലാ സമ്മേളനത്തിലുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് ഈ വിമർശനങ്ങളൊക്കെ ഉള്ളത്. അതായത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ധനവകുപ്പിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് CPI ഉന്നയിക്കുന്നത്. കാരണം സിവിൽ സപ്ലൈസ് വകുപ്പിനെ ഞെരുക്കാനുള്ള ശ്രമമാണ് ധനവകുപ്പ് നടത്തുന്നത്. അതിന് കൂട്ടുനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള തുക അനുവദിക്കുന്നില്ല എന്നുള്ള വിമർശനവുമുണ്ട്. ഇതൊക്കെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ CPIയുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ CPI പ്രവർത്തിക്കുന്ന മേഖലയൊക്കെ ഞെരുക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്തരത്തിൽ ധനവകുപ്പിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതെന്നുള്ള വിമർശനമാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ വിമർശനമാണ് CPIയുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഈ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിന് അപക്വമായിട്ടുള്ള നടപടിയായിരുന്നു, തീരുമാനമായിരുന്നു CPMൻ്റേതെന്നാണ് ഈ CPI ഉന്നയിക്കുന്നത്. അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ CPMന് പിഴച്ചു എന്ന് തന്നെയാണ് CPI വ്യക്തമാക്കുന്നത്. സ്വന്തം പാർട്ടിക്ക് പോലും മുകേഷിനെ വേണ്ട എന്നുള്ളതാണ്. അതായത് CPMന് പോലും മുകേഷിനെ വേണ്ട എന്ന നിലപാടിലായിരുന്നു. എന്നാലും സ്ഥാനാർത്ഥിയാക്കിയതിലാണ് വിമർശനം ഉയർന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ, CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്, അപ്രഖ്യാപിത വിലക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മുകേഷിന്. അതൊക്കെ തന്നെ കണ്ടുകൊണ്ടാണ് ഈ CPIയും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്തായാലും അതിനുശേഷം വ്യക്തമാക്കുന്നത് SFIയുടെ ഈ ക്യാമ്പസുകൾക്കുള്ളിലുള്ള ജനാധിപത്യ ധ്വംസനങ്ങളെക്കുറിച്ചാണ്. കാരണം തുടർഭരണം SFI ആഗ്രഹിക്കുന്നില്ല, അതായത് LDFൻ്റെ തുടർഭരണം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് CPI പരാമർശിക്കുന്നത്. SFI ഇത് കാരണം ക്യാമ്പസുകളിലൊക്കെ ജനാധിപത്യ ധ്വംസനം നടത്തുകയാണ്, അക്രമ രാഷ്ട്രീയം നടത്തുകയാണ് എന്നുള്ളതാണ്. അതായത് AISFൻ്റെ നേതാക്കളെ, CPIയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള AISFൻ്റെ ജില്ലാ നേതാക്കളെ ഉൾപ്പെടെ ഈ കൊല്ലത്ത് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവർക്കിടയിൽ സംഘർഷമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ SFI കരുതിക്കൂട്ടി മറ്റ് സംഘടനകളെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുവാനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് CPI അടക്കം വ്യക്തമാക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കൊല്ലം ജില്ലയിൽ നടന്ന അക്രമങ്ങൾ. ഈ AISF നേതാക്കൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും ഇതൊക്കെ തന്നെ ഈ രാഷ്ട്രീയ റിപ്പോർട്ടിൽ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. ജില്ലാ സമ്മേളനം 3-ാം തീയതിയാണ് അവസാനിക്കുക. അതിനിടയിൽ തന്നെ CPIക്കകത്തും ഈ രാജി ഭീഷണികളൊക്കെ ഉയർന്നിരുന്നു. അതായത് കഴിഞ്ഞ ദിവസമൊക്കെ ഈ കുണ്ടറയിലെ പ്രശ്നമൊക്കെ ഉന്നയിച്ചുകൊണ്ട് കുറേയധികം CPI നേതാക്കൾ രാജിവെക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോയിരുന്നു. എന്തായാലും ഇതിനിടയിലാണ് ഈ ജില്ലാ സമ്മേളനവും നടക്കുന്നത്. ജില്ലാ സമ്മേളനത്തിലാണ് CPMനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളെയും കൂടെ ഈ CPI ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം CPI പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ സമ്മർദ്ദമുണ്ടാക്കുകയാണ് എന്നുള്ളതാണ്. അതിന് CPM കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് CPI വ്യക്തമാക്കുന്നത്. ഒരേ മുന്നണിയിലായാൽ പോലും അല്ലെങ്കിൽ സഹോദര സംഘടനകളായാൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ തുടർഭരണം ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ SFIയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഈ ക്യാമ്പസുകൾക്കുള്ളിലുള്ള രാഷ്ട്രീയ അരാജകത്വങ്ങൾ, അതോടൊപ്പം ഈ ജനാധിപത്യ ധ്വംസനം, ഇതൊക്കെ തന്നെ തുടർഭരണം ആഗ്രഹിക്കുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് CPI വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ വലിയ വിമർശനങ്ങളാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു കേൾക്കുന്നത്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. എന്തായാലും സംസ്ഥാനത്തൊട്ടാകെ തന്നെ CPIയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യമാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്കെതിരെ ഉയരുന്ന ഈ വിമർശനങ്ങൾ. അതെ, കൊല്ലം ജില്ലയിലെ CPI ജില്ലാ സമ്മേളനത്തിലാണ് CPMനെതിരെ രൂക്ഷ വിമർശനം. പ്രത്യേകിച്ചും ധനവകുപ്പ് ആവശ്യമായ പണം സിവിൽ സപ്ലൈസ് വകുപ്പിന് നൽകുന്നില്ല എന്നുള്ളത് ഒരാക്ഷേപമാണ്.
ലോക്സഭയിൽ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിലും വിമർശനമുണ്ട്. SFI ക്യാമ്പസുകളിൽ പ്രവർത്തന സ്വാതന്ത്ര്യം AISFന് പോലും നൽകുന്നില്ല എന്നുള്ള വിമർശനവും CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്നും M. മനോജ്.